ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് യുങ് ഒരു പയ്യൻ്റെ ഒപ്പം ഇരിക്കുന്നതായാണ്. അവരാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം യുങ് അവൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടെന്ന്. ഈ പയ്യനാണെങ്കിൽ യുങ് അടുത്ത് നിനക്കൊരു ഫ്രണ്ട് ഇല്ലേ യുൻബിൻ, അവളെ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ? യുങ് ആണെങ്കിൽ അത് പറയാതെ അവളുടെ കാര്യം പറയണേണ്. ഞാൻ നിൻ്റെ കാര്യമല്ല ചോദിച്ചത്, യുൻബിൻ്റെ കാര്യമാണ്. അത് കേട്ട യുങ് ആണെങ്കിൽ ഒന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. പക്ഷേ അവളത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് യുങ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നിടത്താണ്. അവളാണെങ്കിൽ മനസ്സിൽ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞോടെ ഞാൻ പിന്നെ ആരായിട്ടും അടുത്തിട്ടില്ല. പെട്ടെന്ന് അവളുടെ അടുത്തായിട്ട് ഒരു പയ്യൻ വന്നിട്ട് യുങ് നീ ഫ്രീ ആണോ, എൻ്റെ ഇപ്പോൾ ഡിന്നറിന് വരുന്നുണ്ടോ? അവളാണെങ്കിൽ അത് കേട്ട് ഹാപ്പി ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ നടിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുമല്ലോ. അവൾ പെട്ടെന്ന് അവനായിട്ടുള്ളൊരു ഫ്യൂച്ചർ കാണുകയാണ്. ആ ഒരു ഫ്യൂച്ചറിലാണെങ്കിൽ യുങ് ഇല്ല, അവൻ്റെ കൂടെയുള്ളത് ജങ്മീനായിരുന്നു. ഇത് കണ്ടതും നമ്മുടെ യുങ് എനിക്ക് വരാൻ പറ്റില്ല, സോറി എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ആ പയ്യൻ്റെ അടുത്തായിട്ട് ജങ്മീൻ വന്നിട്ട് യുങ് എല്ലാവരുടെ അടുത്തും അങ്ങനെ പെരുമാറണത്. ഞാൻ വരട്ടെ നിൻ്റെ ഇപ്പം ഡിന്നറിന്. അവിടെ നിന്ന് സീൻ ചേഞ്ച് ചെയ്യാൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോൾ ഗ്രൂപ്പിനെയാണ്. ഡയറക്ടർ കാങ് ആണെങ്കിൽ സോൾ ഗ്രൂപ്പിൻ്റെ അടുത്തായിട്ട് നിങ്ങൾ സോഹിങ്ങിൻ്റെ ഒപ്പം കൊലാബറേഷൻ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. ഇത് കേട്ട മൂന്നെണ്ണമാണെങ്കിൽ ഷോക്കാവുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും, അവനൊരു ട്രെയിനി അല്ലേ, ഞങ്ങൾ അവൻ്റെ ഒപ്പം കൊലാബറേഷൻ ചെയ്യണോ? മിസ്സിസ് കാങ് ആണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. സോഹൻ നിങ്ങളുടെ ഇപ്പോൾ കൊലാബറേഷൻ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയും അതിൻ്റെ ഗുണം. ടിയോ ആണെങ്കിൽ അതെങ്ങനെ, ഐറിബ് 2 മാസത്തോളം കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്. ഇത് കേട്ട മിസ്സിസ് കാങ് ആണെങ്കിൽ അല്ല ടിയോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ലാസ്റ്റ് വീക്കിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത് പറയാം. നീ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ സോളോ പെർഫോമൻസ് ചെയ്തോളാം എന്നാണ്. എനിക്ക് 2 പേരുടെ ആവശ്യമില്ലാന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? ഇത് കേട്ട യുൻവും ഐറിബും ടിയോനെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ അവനെ നോക്കുന്നു. ടിയോ ആണെങ്കിൽ അവരുടെ മുമ്പിൽ ആകെ ഒരു മാതിരിയായി. പിന്നെ കാണിക്കുന്നത് സോയിങ്ങിനെയാണ്. സോയിങ് ഇപ്പോൾ സോൾ ഗ്രൂപ്പിൻ്റെ ഒപ്പം താമസിക്കാൻ വേണ്ടി അവരുടെ ഗസ്റ്റ് ഹൗസിൽ വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ സോയിങ് നമ്മുടെ സോൾ ഗ്രൂപ്പിൽ ഒരു മെമ്പറാണ്, അതും ഫസ്റ്റ് മെമ്പറായിട്ട്. സോഹിം വന്നതിന് ശേഷം അവിടെ നമ്മുടെ സോൾ ഗ്രൂപ്പ് വരികയാണ്. ടിയോ ആണെങ്കിൽ യുൻവുവിൻ്റെ അടുത്തൊക്കെ ആയിട്ട് സോയിങ് ലാസ്റ്റ് മെമ്പർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്രൂപ്പിന് എന്തിനു പറ്റിയാലും അവനായിരിക്കും ഫസ്റ്റ് ഇറങ്ങിപ്പോകുന്നത്. ഇത് കേട്ട യുൻവു ചിരിച്ചുകൊണ്ട് ടിയോൻ്റെ അടുത്ത് അവൻ ഫസ്റ്റാ പോകണമെങ്കിൽ നീ ലാസ്റ്റ് ആയിരിക്കും, കാരണം നിനക്ക് സോളോ പെർഫോമൻസ് ആണല്ലോ ഇഷ്ടം, നീ എന്താ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ് അവൻ്റെ പിറകെ പോകുന്നു. അങ്ങനെ അതും പറഞ്ഞ് 3 അകത്തേക്ക് കയറിയതും അവിടെ എല്ലാം ക്ലീനായി കിടക്കുന്നു. അവരുടെ ഉടുപ്പെല്ലാം നീറ്റാക്കി മടക്കിയൊക്കെ വെച്ചേക്കുന്നു. ഇത് കണ്ട യുൻവു ആണെങ്കിൽ ഇതാരാ ഇത്രയും ക്ലീനാക്കിയൊക്കെ ഇട്ടത്, നമ്മൾ പോണതിന് മുമ്പ് ഉടുപ്പെല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയല്ലേ ഇരുന്നിട്ടേച്ചാ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ പെട്ടെന്ന് ഐറിബ് നിങ്ങൾ വന്നേ, ഞാനൊരു സംഭവം കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അവിടെ നമ്മുടെ സോഹിൻ കിടന്നുറങ്ങുകയായിരുന്നു. സോഹിനെ കണ്ടിട്ടാണെങ്കിൽ 3 ഷോക്കാവുന്നുണ്ട്. ടിയോ സോയിങ്ങിനെ വിളിച്ചെണിപ്പിച്ചതും നിൻ്റെ അടുത്ത് ആര് പറഞ്ഞ് ഈ ട്രോഫി എടുക്കാൻ, ഞാനിത് എത്ര സൂക്ഷിച്ചു വെച്ചതെന്നറിയോ? അതും പറഞ്ഞ് അവൻ ആ ട്രോഫി ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വെക്കുന്നു. യുൻവു ആണെങ്കിൽ സോയിങ്ങിൻ്റെ അടുത്ത് അവന് പെരുമാറിയതിൽ ക്ഷമ ചോദിക്കുന്നു. അത് ഞങ്ങളുടെ ഗ്രൂപ്പിന് ആദ്യം കിട്ടിയ ട്രോഫിയാണ്, അതാ ടിയോ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഐറിബ് ആണെങ്കിൽ അതെ ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ട്രോഫിയാണ് അതൊന്ന് പറഞ്ഞതും നമ്മുടെ യുൻവു അവനൊന്ന് തറപ്പിച്ച് നോക്കുകയാണ്. ടിയോ ആണെങ്കിൽ സോയിങ്ങിൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് പിന്നെ ചെല്ലുന്നുണ്ട്. ഇവനിക്ക് എന്താണ് ഇവൻ്റെ അടുത്ത ശത്രുത എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഐറിബ് ആണെങ്കിൽ സോയിങ്ങിൻ്റെ അടുത്ത് നീ അപ്പോൾ എൻ്റെ റൂമിലാണോ കിടക്കുന്നത്? ആ, അപ്പോൾ ഞാനെവിടെ കിടക്കും? അവിടെ ഒരു empty പെട്ടുണ്ട്, വേണമെങ്കിൽ നീ അവിടെ കിടന്നോ. ഐറിബ് ആണെങ്കിൽ ഞാൻ സ്റ്റോർ ഹൗസിൽ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നാലെ നമ്മുടെ യുൻവുവും ചെല്ലുന്നുണ്ട്. ടിയോ ആണെങ്കിൽ നമ്മുടെ സോയിങ്ങിൻ്റെ അടുത്ത് സത്യം ബ്ര, നീ മംഗോളിയൻ തന്നെയാണോ, നിനക്കെന്താ സ്റ്റാർലൈറ്റിൻ്റെ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് യുങ്സാങ്ങിനെയാണ്. യുങ്സാങ് ഇപ്പോൾ ഉള്ളത് യുൻബിൻ്റെ റൂമിലാണ്. അവളങ്ങനെ കിടന്നതും പെട്ടെന്ന് ആൾക്ക് സോയിങ്ങിൻ്റെ ഓർമ്മ വരികയാണ്. അവൻ പിയാനോ പ്ലേ ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സോയിങ്ങും യുങ്സാങ്ങും ടിയോ ഐറിബ് യുൻവു ഇവരെല്ലാം കാറിൽ യാത്ര ചെയ്യുന്നതായിട്ടാണ്. ടിയോ ആണെങ്കിൽ നമ്മുടെ സോയിങ്ങിൻ്റെ അടുത്തായി നീ എന്തായാലും ഞങ്ങളുടെ ഒപ്പം കൊലാബറേഷൻ ചെയ്യുന്നതല്ലേ, നീ വല്ല സോങ് റൈറ്റ് ചെയ്തിട്ടുണ്ടോ? ആ, ഞാൻ 2-3 എഴുതി വെച്ചിട്ടുണ്ട്, എന്തായാലും ഞാൻ സ്റ്റുഡിയോയിൽ അത് നിനക്ക് കേൾപ്പിച്ച് തരാം എന്ന് പറയുകയാണ്. ടിയോ സോയിങ്ങിൻ്റെ അടുത്തായി നിനക്ക് എത്ര ഏജുണ്ട്? ഞാൻ 1997 ജനിച്ചത്, എനിക്കിപ്പോൾ 23 വയസ്സുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാനായിരിക്കും നിങ്ങളുടെ സീനിയർ. ഇത് കേട്ടോ യുൻവു ആണെങ്കിൽ നീ മെയിലല്ലേ ജനിച്ചത്, ഞാൻ 1998. നമ്മളുടെ 2 പേരുടെ മാസം തമ്മിൽ ഇച്ചിരി വ്യത്യാസമുള്ളൂ. പെട്ടെന്ന് ടിയോ ആണെങ്കിൽ ആ ശരിയാണ്, അപ്പോൾ നീയും സീനിയർ തന്നെയാണ്. പക്ഷേ യുൻവു ആണെങ്കിൽ ടിയോ പറയണതൊന്നും അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കുന്നില്ല. ഐറിബ് ആണെങ്കിൽ
ടിയോ ഇത് നീയാട്ടാ തുടങ്ങി വെച്ചത്. അങ്ങനെ അതും പറഞ്ഞ് ഐറിവ് കാറിൽ നിന്നിറങ്ങി സ്കൂളിലേക്ക് പോകുന്നു. യുൻവു ആണെങ്കിൽ മിററിലൂടെ നമ്മുടെ യുങ്സാങ്ങിനെ നോക്കുന്നു. ഇത് കണ്ട യുങ്സാങ്, മിസ്റ്റർ യുൻവു, ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടണോ? യുൻവു ആണെങ്കിൽ ചിരിച്ചു കൊണ്ട് തന്നെ അവൾക്ക് അതിന് മറുപടി കൊടുക്കുന്നു. ഇത് കേട്ട ടിയോ ആണെങ്കിൽ, യുങ്സാങ്, നീ എന്തിനാ അവനെ മിസ്റ്റർ യുൻവു എന്ന് വിളിച്ചത്? നീ അവൻ്റെ ഒരു വയസ്സിന് മൂത്തതല്ലേ? അത്രയും മൂത്തതല്ല എന്ന് നമ്മുടെ യുങ്സാങ് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ടിയോ ലൈവ് പോകുന്നതായാണ്. ലൈവിലാണെങ്കിൽ ഫാൻസ് ഐറിവിനെയും യുൻവുവിനെയും ചോദിക്കുന്നുണ്ട്. ടിയോ ഫാൻസിനെ വിളിക്കുന്നത് സോൾമേറ്റ്സ് എന്നാണ്. അങ്ങനെ ലൈവ് കഴിഞ്ഞതും നമ്മുടെ സോയിങ് ആണെങ്കിൽ, ഈ മാത്സിൻ്റെ അർത്ഥം എന്താ? അത് ഞങ്ങൾ സോൾ ഗ്രൂപ്പാണ്, അപ്പോൾ ഞങ്ങളുടെ ഫാൻസിൻ്റെ പേര് സോൾമേറ്റ്സ് എന്നാണ്. അങ്ങനെ അതും സംസാരിച്ചിരുന്നതും നമ്മുടെ യുങ്സാങ് കാർ പാർക്ക് ചെയ്യുന്നതിനിടയിൽ ബാക്കിൽ നിന്ന് ഒരു കാർ വരുന്നു. അങ്ങനെ കാർ തമ്മിൽ ഇടിക്കാൻ പോയതും യുങ്സാങ് അവരുടെ അടുത്തായി പറയുകയാണ്, സാർ, ഞങ്ങളാണ് പാർക്ക് ചെയ്യാൻ നിർണ്ണയിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ കാർ ഒന്ന് മാറ്റാവോ? ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാർക്ക് ചെയ്താൽ മതി എന്ന് അവർ പറയുന്നു. ഇത് കേട്ട് ടിയോക്ക് ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ടിയോ ആണെങ്കിൽ യുൻസാങ്ങിൻ്റെ അടുത്ത്, നീ കാർ മൂവ് ചെയ്യരുത്, അതും പറഞ്ഞ് ടിയോ അയാളുടെ അടുത്ത് ചൂടാക്കുന്നു. പെട്ടെന്ന് അതിൻ്റെ 2 ഐഡോൾസ് ഇറങ്ങി വരികയാണ്. അവരുടെ ഒപ്പം തന്നെ വേറൊരാളും ഉണ്ടായിരുന്നു. അത് എൽജയുടെ മാനേജറായിരുന്നു. എൽജയുടെ മാനേജറാണെങ്കിൽ യുങ്സാങ്ങിൻ്റെ അടുത്ത്, നീ കാറ് ബാക്കോട്ട് എടുക്കാൻ പറയുകയാണ്. യുങ്സാങ് ആണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ കാറ് ബാക്കോട്ട് എടുക്കാൻ നോക്കിയതും നമ്മൾ ടിയോ തടയുകയാണ്. ടിയോ ആണെങ്കിൽ എൽജയുടെ കാറിൻ്റെ അടുത്ത് വന്നിട്ട് എൽജേനെ വിളിക്കുന്നുണ്ട്. എടാ എൽജെ, നീ എന്തേ അകത്ത്? മതിയൊക്കെ നിൻ്റെ കാർ എടുത്ത് മാറ്റിയേ, ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. യുങ്സാങ് ആണെങ്കിൽ ടിയോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ടിയോ നിന്ന് കൊടുക്കുന്നില്ല. ടിയോ ആണെങ്കിൽ മാനേജറുടെ അടുത്ത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങളുടെ കാർ എടുത്ത് മാറ്റാന്നുള്ള കാര്യമുള്ളല്ലോ. അങ്ങനെ അതും പറഞ്ഞ് എൽജയുടെ മാനേജറും ടിയോയും കൂടി തല്ലുപിടിക്കുന്നു. ഇതിനിടയിൽ കാറിൻ്റെ മുകളിലായി എൽജെ വന്ന് നിൽക്കുന്നു. എൽജനെ കണ്ട ടിയോ ആണെങ്കിൽ ദേഷ്യത്തിൽ, നീ മര്യാദക്ക് കാറിൻ്റെ പുറത്തേക്ക് വന്നേ. സോറി, എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഞാൻ പാൻസ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ്. ഇത് കേട്ട ടിയോ ആണെങ്കിൽ, നിനക്ക് നാണമില്ലേടാ പെയിൻ്റ് ഇല്ലാതൊക്കെ ഇങ്ങനെ നടക്കാൻ? ഞാൻ കുളിക്കാൻ പോകുമായിരുന്നു, അതാ പാൻസ് ഊരിയത്. ഇത് കേട്ട ടിയോ ആണെങ്കിൽ, നീ കള്ളം പറയരുത്, എങ്ങനെയാണ് കാറിൻ്റെ ഉള്ളിൽ കുളിക്കണത് എന്ന് നമ്മുടെ ടിയോ ചോദിച്ചതും എൽജയുടെ മാനേജറാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഹെറോപ്പിൾ സ്പാനെ പറ്റിയാണ്. ഈ കാറിൽ അതെല്ലാം ചെയ്യാമെന്ന് പറയുകയാണ്. ടിയോനെ നോക്കി എൽജ ആണെങ്കിൽ, ഓ, നിനക്ക് ചിലപ്പോൾ ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരിക്കും. ഇത് കേട്ട ടിയോക്കാണെങ്കിൽ ദേഷ്യം വന്ന് അവനെ കൊല്ലാൻ ചെല്ലുന്നുണ്ട്. യുങ്സാങ്ങും എൽജയുടെ മാനേജറും ടിയോനെ പിടിച്ച് മാറ്റുന്നു. സോയിങ് ആണെങ്കിൽ കാറിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് കാർ പാർക്ക് ചെയ്യുന്നത് എൽജയുടെ കാറാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ടിയോയും സോയിങ്ങും ലിഫ്റ്റിൽ നിൽക്കുന്ന ടൈമിൽ ആ കാറിൻ്റെ പ്രശ്നം പറഞ്ഞ് ടിയോ സോയിങ്ങിൻ്റെ മെക്കിട്ട് കയറുന്നു. നീ ഞങ്ങളുടെ ടീമാണോ അതോ അവൻ്റെ ടീമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്ന യുൻവുവിനാണ്. യുൻവു അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി യുൻവുവിൻ്റെ മുഖം കണ്ടതും അവൾക്ക് ഡയലോഗെല്ലാം മറന്നു പോകുന്നു. ഇത് കണ്ട ഡയറക്ടറാണെങ്കിൽ അവർ രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ തെറ്റ് മറിച്ച് വെക്കാൻ വേണ്ടി നമ്മുടെ യുൻവുവിനെ അവൾ കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ യുൻവു ആണെങ്കിൽ അവരെ നോക്കി സോറി പറയുന്നുണ്ട്. യുൻവു സോറി പറയണ കണ്ടിട്ട് ആ പെൺകുട്ടിയാണെങ്കിൽ മനസ്സിൽ, ഇവൻ ഇത്രയ്ക്ക് നല്ലവനാണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഗത്തെ തെറ്റ്, പക്ഷേ അവൻ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ഡയറക്ടറിൻ്റെ അടുത്ത് അവളോട് തെറ്റ് മറക്കാൻ വേണ്ടി, എനിക്കിങ്ങനെ സിംഗറിൻ്റെ ഒപ്പം ആക്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇവൻ്റെ അടുത്ത് വന്ന മേക്കപ്പ് മാനാണെങ്കിൽ, നിങ്ങൾ ആ പെൺകുട്ടീനെ നോക്കി മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അവളുടെ കയ്യിലായിരുന്നു തെറ്റ്. അതൊന്നും കുഴപ്പമില്ലെന്ന് അവരെ നോക്കി യുൻവു പറയുന്നു. പിന്നെ കാണിക്കുന്നത് മിസ്റ്റർ കിമ്മിനെയും യുങ്സാങ്ങിനെയാണ്. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കിം ആണെങ്കിൽ യുങ്സാങ്ങിൻ്റെ അടുത്ത്, മിക്കവാറും സോൾ ഗ്രൂപ്പിൻ്റെ മാനേജർ വരാൻ ചാൻസ് ഇല്ല. അതെന്തിനാണ് എൻ്റെ അടുത്ത് പറയുന്നത്? അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നീ സോൾ ഗ്രൂപ്പിൻ്റെ മാനേജറായിട്ട് നിൽക്കണം. ഇത് കേട്ട യുങ്സാങ് ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. മിസ്റ്റർ കിം അത് കാര്യമാക്കാതെ യുങ്സാങ്ങിൻ്റെ അടുത്ത്, നീ ഇപ്പോൾ സോൾ ഗ്രൂപ്പിന് വേണ്ടി റെക്കോർഡിങ് ചെയ്യാൻ സ്റ്റുഡിയോ നോക്കാൻ പറയുകയാണ്. യുങ്സാങ് ആണെങ്കിൽ, എനിക്ക് അതിന് കുറച്ച് ടൈം വേണം. പെട്ടെന്ന് യുങ്സാങ്ങിന് നമ്മുടെ യുൻവുവിൻ്റെ ഓർമ്മ വരികയാണ്. അവൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവൾ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യുങ്സാങ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ നമ്മുടെ യുൻവു യുങ്സാങ്ങിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് യുങ്സാങ് അവിടെ വന്നതും യുങ്സാങ് അവൻ്റെ അടുത്ത് സോറിയെല്ലാം ചോദിക്കുന്നുണ്ട് ലേറ്റായതിന്. യുൻവു ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ അവർ നടക്കുമ്പോൾ നമ്മുടെ യുൻവു ആണെങ്കിൽ, ഇതേപോലെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും വരുമായിരുന്നു. ഓ, അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നല്ല ഹാപ്പി കപ്പിൾസ് ആയിരുന്നു എന്നാണോ? അതെ, ഞാനും എന്തായാലും ഒരു നല്ല അച്ഛനാവും എന്ന് നമ്മുടെ യുൻവു പറയുന്നു. ഇത് കേട്ട യുൻസാങ് ആണെങ്കിൽ മനസ്സിൽ, യുൻവു അച്ഛനാവുമെങ്കിൽ ഞാൻ അമ്മയും, അതും പറഞ്ഞ് അവൾ ബ്ലഷ് ആവുന്നു. ഇത് കണ്ട യുൻവു ആണെങ്കിൽ യുങ്സാങ്ങിൻ്റെ അടുത്തായി, നീ എന്താ ബ്ലഷ് ആകുന്നത്?
ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓടി വന്നതൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയതാക്കിയെന്നെ കണ്ടപ്പോൾ. ഞങ്ങളുടെ മാനേജർ ഇനിയും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ വേണമെങ്കിൽ എന്നും ഞങ്ങളുടെ മാനേജറായിട്ട് തന്നെ നിന്നോ. ഇത് കേട്ടതും നമ്മുടെ യുങ്സാങ് ഹാപ്പി ആവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഐറിബിനെയാണ്. അവന് ഇപ്പോൾ ഉള്ളത് ക്ലാസ് റൂമിലാണ്. ടീച്ചറാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ നമ്മൾ സ്കൂൾ ഫെസ്റ്റിവൽ ഉണ്ട്, അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറയുന്നു. ആ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന സിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ ബിഗിനേഴ്സ് ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. അവനെ കണ്ടതും ടീച്ചറാണെങ്കിൽ നീ നിൻ്റെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടോ? ആ മാം, ഞങ്ങളുടെ പുതിയ ആൽബം റിലീസാവുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് ഓർക്കുന്നുണ്ട്. ഓ ആണല്ലേ. ടീച്ചറാണെങ്കിൽ ആ പയ്യനെ നല്ലോണം ഒന്ന് പുകഴ്ത്തുന്നുണ്ട്. ടീച്ചർ പെട്ടെന്ന് എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും കെയിൻ ടീമിൻ്റെ കാര്യം ചോദിക്കുന്നു. ടീച്ചറാണെങ്കിൽ ഐറബിനെ നോക്കിയിട്ട് നിൻ്റെ പേര് ഞാൻ ഒരു ടീമിലും കണ്ടില്ലല്ലോ. ടീച്ചറാണെങ്കിൽ ആരൊക്കെയാണ് ഐറബിനെ നിങ്ങളുടെ ടീമിൽ ചേർത്താൻ ആഗ്രഹിക്കുന്നത്? പിള്ളേരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ടീച്ചറാണെങ്കിൽ പിള്ളേരുടെ മറുപടി കിട്ടാത്തതുകൊണ്ട് ലീഡറിൻ്റെ അടുത്ത് എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ ഐറീബ് ഏത് ടീമിലാണ് ജോയിൻ ചെയ്തത് എന്നെ അറിയിക്കണം, ഓക്കെ? അതും പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പോകുന്നു. ക്ലാസ് കഴിഞ്ഞതും നമ്മുടെ ഐറീബും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്ന ടിയോനാണ്. ടിയോ നടന്നു വരുമ്പോൾ പെട്ടെന്ന് സ്റ്റുഡിയോയിലായിട്ട് രണ്ട് വർക്കേഴ്സ് സോൾ ഗ്രൂപ്പിൻ്റെ കുറ്റം പറയുന്നു. ഇത് കേട്ട് ടിയോ ആണെങ്കിൽ അവർ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. പെട്ടെന്ന് പുറത്തേക്ക് വന്ന ആ രണ്ട് വർക്കേഴ്സ് ആണെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട്. ഈ രണ്ട് വർക്കേഴ്സ് ആണെങ്കിൽ ഇനി ഞങ്ങൾ പറഞ്ഞത് ടിയോ വല്ല കേട്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ടിയോ ആണെങ്കിൽ അവരുടെ അടുത്തായി നല്ല രീതിയിൽ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. ഈ വർക്കേഴ്സ് ആണെങ്കിൽ ടിയോ എന്തായാലും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം വെച്ച് നമ്മളെന്തായാലും തല്ലാതെ കൊല്ലാതെ ഇരിക്കില്ല. അതൊക്കെയാണെങ്കിൽ നമ്മുടെ സോഹ്യുങ്ങും കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സോൾ ഗ്രൂപ്പും സോയുങ്ങും യുൻസാങ്ങും മ്യൂസിക് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതായി കാണിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് എൽജ കയറി വരുന്നു. എൽജ ആണെങ്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യണമായിരുന്നു. ടിയോ ആണെങ്കിൽ നിനക്ക് കണ്ണുണ്ടൂടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്? എൽജ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഷെഡ്യൂൾ ഇൻചാർജ് ആരാണെന്ന്. എന്നെ കാണിക്കുന്നത് യുൻസാങ്ങും എൽജയുടെ മാനേജറും സംസാരിക്കുന്നതാണ്. എൽജയുടെ മാനേജറാണെങ്കിൽ ഇൻസാങ്ങിന് നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇൻസാങ് ആയിരുന്നു ഷെഡ്യൂൾസിൻ്റെ എല്ലാം ഇൻചാർജ്. ഇൻസാങ് ആണെങ്കിൽ എൽജയുടെ മാനേജറുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഷെഡ്യൂൾസ് എല്ലാം നോക്കിയതായിരുന്നു. എൽജയുടെ മാനേജറാണെങ്കിൽ എൽജയുടെ സോളോ ആൽബത്തിന് വേണ്ടി എൽജ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്, അത് നിനക്കറിയാമോ? ഇൻസാങ് ആണെങ്കിൽ സോൾ ഗ്രൂപ്പ് എൽജനെ കാട്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതും എൽജയുടെ മാനേജർ യുങ്സാങ്ങിനെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട്. അതൊക്കെ സംസാരിച്ച് യുങ്സാങ്ങും എൽജയുടെ മാനേജറും അകത്തേക്ക് വന്നതും എൽജ ഇവരുടെ അടുത്തായി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്തോളൂ, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞതും നമ്മുടെ സോഹ്യുങ് ആണെങ്കിൽ സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ടതും എൽജക്കാണെങ്കിൽ ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. യുങ്സാങ് ആണെങ്കിൽ സോഹ്യുങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് വേറൊരു സ്ഥലം നോക്കാം, നിങ്ങളെല്ലാവരും ഇപ്പം ഇങ്ങോട്ട് വാ. എന്തിന്? ഇപ്പോൾ എൽജയല്ലേ നമ്മളുടെ അടുത്ത് പറഞ്ഞത് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്തോളാൻ. എൽസ പിന്നെ വന്ന് റെക്കോർഡ് ചെയ്തോളും. സോഹുങ്ങാണെങ്കിൽ അതും പറഞ്ഞ് എൽസനെ നല്ലോണം പുകഴ്ത്തുന്നുമുണ്ട്. എൽസ ആണെങ്കിൽ എനിക്കറിയാം നീ എന്നെ ഇമ്പ്രസ് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഓ ചിലപ്പോൾ നിനക്ക് നിൻ്റെ സോങ് എന്നെ കേൾപ്പിക്കാനായിരിക്കും അല്ലേ? സോഹുങ്ങാണെങ്കിൽ എൽസനെ നോക്കിയിട്ട് നിങ്ങൾ വളരെ ഫണ്ണിയാണല്ലോ എന്ന് പറഞ്ഞിച്ച് നമ്മുടെ യുൻവുവിൻ്റെയും ഐറിബിൻ്റെയും അടുത്ത് പോയിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് എൻ്റെ ഗ്രൂപ്പ്, ഇവരാണ് എൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞതും നമ്മുടെ യുൻവുവും ഐറിവും സോഹിങ്ങിൻ്റെ അടുത്തായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. ഇത് കണ്ടതും എൽജയ്ക്ക് ഒന്നും കൂടി ദേഷ്യം കൂടുന്നുണ്ട്. എൽജയുടെ മാനേജറാണെങ്കിൽ യുങ്സാങ്ങിനെ നോക്കിയിട്ട് നീ എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ നോക്കിയേ. യുങ്സാങ് ആണെങ്കിൽ നമ്മുടെ സോഹിങ്ങിൻ്റെ കൈ പിടിച്ചിട്ട് നീ നിങ്ങൾ വന്നേ, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. സോഹിങ് ആണെങ്കിൽ നീ എന്തിനാണ് ഈ എൽജയുടെ മാനേജറിനെ ഇങ്ങനെ പേടിക്കുന്നത്? എൽജ തന്നെയല്ലേ നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്തോളാൻ. അപ്പോൾ എൽജ മാനേജറുടെ അടുത്ത് പറഞ്ഞോളും, അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായിക്കോളും. ഇത് കേട്ട മാനേജറാണെങ്കിൽ ചിരിക്കുകയാണ്. സോഹിങ് ആണെങ്കിൽ എൽജനെ നോക്കിയിട്ട് അപ്പോൾ നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കള്ളമായിരുന്നോ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറഞ്ഞത്? യുൻസാങ് ആണെങ്കിൽ നമ്മുടെ സോഹിങ്ങിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാനൊക്കെ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ സോഹിങ്ങിൻ്റെ കയ്യിലെ ഷർട്ടിലായിരുന്നു പിടിച്ചു വെച്ചത്. ആ പിടിയും വലിയുടെ ഇടയിൽ നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ ബാലൻസ് കിട്ടാതെ നേരെ എൽജയുടെ മേത്തേക്ക് വന്ന് വീഴുന്നു. എൽജയുടെ കയ്യിലിരുന്ന് വെച്ച കോഫി ആണെങ്കിൽ അവൻ്റെ മേത്തേക്ക് വീണതും യുങ്സാങ് പേടിച്ചിട്ട് അവൻ്റെ സോറിയെല്ലാം ചോദിക്കുന്നുണ്ട്. എൽജി ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഷോക്സി നോക്കിയ എൽജി ആണെങ്കിൽ പെട്ടെന്ന് ഷോക്കാവുകയാണ്. അലറിക്കൊണ്ട് എൻ്റെ 1.3 മില്യൻ്റെ ഷോക്സാന്ന് പറഞ്ഞ് അവൻ അലറുന്നു. ഇത് കണ്ട സോഹുവിനാണെങ്കിൽ ഒന്നും നടക്കാത്ത പോലെ ഹെഡ്ഫോൺ വെച്ചിരുന്നതും യുൻവു ആണെങ്കിൽ ആ ഹെഡ്ഫോൺ അവൻ്റെ ചെവിയിൽ മര്യാദക്ക് വെച്ചെടുക്കുകയാണ്. എന്നിട്ട് യുൻവുവും എൽജനെ നോക്കി ചിരിക്കുന്നുണ്ട്. സീൻ ചേഞ്ച് ആയാൽ പിന്നെ കാണിക്കുന്നത് സോൾ ഗ്രൂപ്പിൻ്റെ വീട്ടിലാണ്. സോഹിങ്ങും സോൾ ഗ്രൂപ്പും എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. നമ്മുടെ സോഹിങ് ആണെങ്കിൽ യുങ്സാങ്ങിൻ്റെ കാര്യം ഓർത്ത് ഒന്ന് ചിരിക്കുന്നുണ്ട്.
ചെയ്യുകയാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി വന്ന എപ്പിസോഡിൽ ഓന്തിൻ്റെ സ്വഭാവമാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവരെല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് തീരുന്നു.